ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 47-48 ആയത്തുകൾ. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത എൻ്റെ അനുഗ്രഹവും ലോകർക്ക് മേൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരുന്നതും നിങ്ങൾ ഓർക്കുക. يا بني إسرائيل اذكروا يا بني إسرائيൽ യാ ബനി എന്നത് വേണമെങ്കിൽ നീട്ടാവുന്നതാണ്. ഇസ്രായേൽ എന്ന് നിർബന്ധമായും 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടുക. നിഅ്മതി അല്ലതി അൻഅംതു അലൈക്കും. അല്ലതി അൻഅംതു എന്നിടത്തും വേണമെങ്കിൽ നീട്ടാവുന്നതാണ്. وأني فضلتكم على العالمين. وأني നൂനിന് ഗുന്ന വന്നിട്ടുണ്ട്, മണിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഒരുത്തനും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ഉപകാരവും ചെയ്യാനാവാത്തതും അയാളിൽ നിന്ന് ശുപാർശകളൊന്നും സ്വീകരിക്കാത്തതും പ്രായച്ചിത്തങ്ങളൊന്നും അയാളിൽ നിന്ന് വാങ്ങാത്തതും അവർക്ക് സഹായങ്ങളൊന്നും ലഭിക്കാത്തതുമായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. واتقوا يوما لا تجزي യൗമൻ ലാ എന്നത് യൗമല്ല ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഓതുക. നഫ്സുൻ അൻ നഫ്സ്, നഫ്സുൻ അൻ എന്ന നഫ്സുൻ എന്ന ഇൽഹാർ ചെയ്തുകൊണ്ട് ഓതുക. അൻ നഫ്സ് നൂനിലേക്ക് തൊട്ടു മുമ്പുള്ള സുക്കൂനുള്ള നൂനിനെ ചേർത്ത് പറയുമ്പോൾ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതുക. നഫ്സ് ഷൈഅ, നഫ്സ് എന്ന് സീനിന്റെ തൻവീനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് ഓതുക. ഷൈഅൻ വല, ഷൈഅൻ എന്ന തൻവീനിനെ വാവിലേക്ക് ചേർത്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതുക. ഷഫാഅതു വല യുഖദു മിൻഹാ അദ്ലു വലാ ഹും. ഈ 2 സ്ഥലത്തും ഷഫാഅതു വല എന്നതും അദ്ലു വല എന്നതും അവിടെയുള്ള തൻവീനുകളെ വാവിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വലാ ഹും യുൻസറൂൻ, യുൻസറൂൻ എന്ന് യുൻസറൂൻ സുക്കൂനുള്ള നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്ത എൻ്റെ അനുഗ്രഹവും ലോകർക്ക് മേൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയിരുന്നതും നിങ്ങൾ ഓർക്കുക. ഒരുത്തനും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ഉപകാരവും ചെയ്യാനാവാത്തതും അയാളിൽ നിന്ന് ശുപാർശകളൊന്നും സ്വീകരിക്കാത്തതും പ്രായച്ചിത്തങ്ങളൊന്നും അയാളിൽ നിന്ന് വാങ്ങാത്തതും അവർക്ക് സഹായങ്ങളൊന്നും ലഭിക്കാത്തതുമായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ തവണയാണ് ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് മേൽ അള്ളാഹു ചൊരിഞ്ഞ അവന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാനായി അവൻ ആവശ്യപ്പെടുന്നത്. സൂറത്തുൻ നിസായിലെ 69-ാം വചനത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായവരെന്ന നിലയിൽ പ്രതിപാദിച്ച പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നിവരുടെ വലിയൊരു നിര തന്നെ ഇസ്രായേൽ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത 40-ാം വചനത്തിന്റെ ആസ്വാദനത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വചനം മുതൽ ഇസ്രായേല്യർക്ക് നൽകിയ നിഅമത്തുകൾ ഓരോന്നായി അള്ളാഹു എടുത്തു പറയാൻ തുടങ്ങുകയാണ്. അതിലെ 1-ാമത്തെ അനുഗ്രഹം ലോകർക്ക് മേൽ ഞാൻ നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്നതാണ്. അള്ളാഹു ഇസ്രായേല്യർക്ക് നൽകിയ ശ്രേഷ്ഠത എന്താണ്? നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകത്വമാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവാചകത്വത്തിന്റെ സമാപനത്തെയും ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെയും പ്രഖ്യാപിക്കുമ്പോൾ നാം എന്റെ നിഅമത്തിനെ പൂർത്തീകരിച്ചിരിക്കുന്നു,
വ അത്മംതു അലൈക്കും നിഅമതി എന്നാണ് അള്ളാഹു പറയുന്നത്. നിരന്തരമായ പ്രവാചകത്വവും അതുവഴി ദീർഘകാലത്തേക്ക് ദൈവിക മതത്തിന്റെ വാഹകരാകുവാനുള്ള അനുഗ്രഹവും നൽകി എന്നതാണ് അള്ളാഹു ഇസ്രയേൽ ജനതയ്ക്ക് നൽകിയ പ്രധാനപ്പെട്ട ശ്രേഷ്ഠത. പ്രവാചകത്വത്തിന്റെ നൈരന്തര്യത്തിന് വേണ്ടി ഇസ്രയേൽ സമുദായത്തെപ്പോലെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റാരുമുണ്ടായിട്ടില്ലെന്ന് ഖുർആനും ബൈബിളും അംഗീകരിക്കുന്നു. ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണ് ഇസ്രയേല്യരെന്ന സങ്കല്പത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്നവയാണ് ബൈബിൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാമെന്ന് അവ വായിക്കുന്ന ആർക്കും മനസ്സിലാകും. നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധനായ ഒരു ജനമാണ് നിങ്ങൾ. തന്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തത്. ആവർത്തന പുസ്തകം 14 അധ്യായം 2 വചനം എന്ന് വ്യക്തമായി തന്നെ തോറയിൽ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അബ്രഹാമുമായി ദൈവമുണ്ടാക്കിയ ഉടമ്പടിയുടെ ഫലമായി ഉണ്ടായതാണ് എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാവുക. ഉൽപ്പത്തി പുസ്തകം 17 അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഒരു ജനവിഭാഗമെന്ന നിലയിൽ ജന്മത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജാതിക്ക് നൽകിയ ശ്രേഷ്ഠതയായല്ല, പ്രത്യുത ദൈവിക വെളിപാടുകളുടെ വാഹകരാകുവാൻ അവർ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഇസ്രായേൽ സന്തതികൾക്ക് നൽകിയ മഹത്വമായാണ് അതിനെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത്. വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നൽകിയ മഹത്വം. ഇക്കാര്യം തോറ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആകയാൽ നിങ്ങൾ എന്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും. പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 വചനം എന്നാണ് ഇസ്രായേല്യരോടുള്ള ദൈവിക വെളിപാട്. ദൈവിക നിർദ്ദേശങ്ങളെ പാലിക്കുവാനായാണ് ഇസ്രായേല്യരെ തെരഞ്ഞെടുത്തതെന്നും അതുകൊണ്ടാണ് അവർക്കുള്ള മഹത്വമെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. പൂർവ്വ പിതാക്കന്മാർ ദൈവവുമായുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഇസ്രയേലിനോടുള്ള ദൈവസ്നേഹമെന്നും അത് പാലിക്കാതിരുന്നാൽ അത് നഷ്ടപ്പെടുമെന്നും ബൈബിൾ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ആവർത്തന പുസ്തകം 7 അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ദൈവിക വെളിപാടുകളെ വഹിക്കുകയും അവയനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയെന്ന ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ തെരഞ്ഞെടുത്ത ജനതയ്ക്കാണ് അള്ളാഹു മഹത്വവും ശ്രേഷ്ഠതയുമെല്ലാം നൽകിയിരുന്നത്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിയാൽ വലിയ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് പടച്ചവൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആമോസ് പ്രവാചകൻ പറഞ്ഞതായി ബൈബിൾ ഉദ്ധരിക്കുന്നത് ഇക്കാര്യമാണ്. ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുൾ ചെയ്യുന്ന വചനം ശ്രദ്ധിക്കുവിൻ. ഭൂമിയിലുള്ള ജനങ്ങളിൽ വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ആമോസ് പുസ്തകം 3 അധ്യായം 1-2 വചനങ്ങൾ. ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ശ്രേഷ്ഠത കേവലം ഒരു ജാതിക്ക് നൽകിയ ഔന്നത്യമല്ലെന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് ഇത്തരം ബൈബിൾ വചനങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടജനമാണ് തങ്ങളെന്ന് അവകാശപ്പെടുകയും അതിന്റെ പേരിൽ ഔന്നത്യം നടിക്കുകയും എന്നാൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അലംഭാവം കാണിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ മക്കളെയാണ് പിൽക്കാല ചരിത്രം പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടജനമായതിനാൽ തങ്ങളെ പടച്ചവൻ ശിക്ഷിക്കുകയില്ല എന്നും അഥവാ ശിക്ഷിക്കുകയാണെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾ മാത്രമേ തങ്ങളെ ശിക്ഷ ബാധിക്കൂവെന്നും വാദിക്കുന്നവരായിരുന്നു പ്രവാചക കാലത്തെ ജൂതന്മാരെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 2 അധ്യായം 80 സൂക്തത്തിലൂടെ. ഇസ്രായേൽ മക്കളോട് അവർക്ക് നൽകിയ ശ്രേഷ്ഠതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ശേഷം അതുവഴിയുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാതിരുന്നാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ നാശമായിരിക്കുമെന്ന് കൂടി തെര്യപ്പെടുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ആ ദിവസത്തെ സൂക്ഷിക്കണമെന്ന് തെര്യപ്പെടുത്തുകയും ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം. പ്രതിഫല നാളിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഭീകരത വ്യക്തമാക്കുന്ന 4 സവിശേഷതകളാണ് ഖുർആൻ 48 വചനത്തിൽ സൂചിപ്പിക്കുന്നത്. 1. ഒരുത്തനും മറ്റൊരാൾക്ക് വേണ്ടി യാതൊരു ഉപകാരവും ചെയ്യാനാവാത്ത ദിവസം. 2. ശുപാർശകളൊന്നും സ്വീകരിക്കാത്ത ദിവസം. 3. പ്രായച്ചിത്തങ്ങളൊന്നും വാങ്ങാത്ത ദിവസം. 4. സഹായങ്ങളൊന്നും ലഭിക്കാത്ത ദിവസം.
വിചാരണ നാളിന്റെ ഈ സവിശേഷതകൾ മറ്റു സൂക്തങ്ങളിൽ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഇസ്രായേല്യരെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത് പറയുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവരുടെ മിഥ്യാധാരണകളെ തിരുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. തങ്ങൾ ശ്രേഷ്ഠജനമാണെന്നും തങ്ങളെ സഹായിക്കാൻ മരണാനന്തരം തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരുമെല്ലാം ഉണ്ടാകുമെന്നുള്ള മിഥ്യാധാരണകൾ പ്രവാചകന്മാരടക്കം ആർക്കും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരങ്ങളൊന്നും ചെയ്യാനാവില്ല എന്നതുകൊണ്ട് തന്നെ മോശയും ഉസൈറുമെല്ലാം തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് അവർ കരുതേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ചവർക്ക് വേണ്ടിയല്ലാത്ത യാതൊരു ശുപാർശയും നടക്കില്ല എന്നതിനാൽ തന്നെ ആരുടെയെങ്കിലും ശുപാർശ കൊണ്ട് രക്ഷപ്പെടാമെന്ന ധാരണയുണ്ടാകേണ്ടതില്ല. ഇവിടെ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തങ്ങൾക്ക് തോറ വിധിക്കുന്ന പ്രായച്ചിത്തങ്ങളെപ്പോലെ ജീവിതം മുഴുവൻ പാപ പങ്കിലമാക്കിയവർക്ക് അവിടെ വെച്ചും പ്രായച്ചിത്തത്തിനുള്ള അവസരമുണ്ടാകും എന്നോ, ഇവിടെ പ്രായച്ചിത്തങ്ങൾ വാങ്ങാൻ പുരോഹിതന്മാരുള്ളതുപോലെ അവിടെയും അതിനായി ആരെങ്കിലും ഉണ്ടാകുമെന്നോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. തിന്മകളിൽ പോലും പരസ്പരം സഹായിക്കുക എന്ന ജൂതരീതി പരിചയമുള്ളവർ അവിടെ വെച്ചും അങ്ങനെ സഹായിക്കാനാകുമെന്ന് വിചാരിക്കേണ്ടതില്ല. അതിനാൽ തങ്ങൾക്ക് നൽകിയ ശ്രേഷ്ഠതയുടെ സ്വാഭാവിക ഉത്തരവാദിത്തമായ വെളിപാടുകൾ പ്രകാരം ജീവിക്കുവാൻ ഇസ്രായേല്യർ സന്നദ്ധമാകണം. ഇല്ലെങ്കിൽ പ്രതിഫല നാളിൽ അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ശ്രേഷ്ഠത നൽകിയ ഇസ്രായേൽ മക്കളോടുള്ള ഈ മുന്നറിയിപ്പ് അള്ളാഹു ഉത്തമ സമുദായമെന്ന് വിശേഷിപ്പിച്ച അന്തിമ പ്രവാചകന്റെ അനുയായികളോട് കൂടിയുള്ളതാണ്. ഇസ്രായേലിയരോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഖുർആനിൽ പ്രതിപാദിക്കുന്നതിന്റെ സാങ്കത്യം അത് തന്നെയാണല്ലോ.